സീരിയൽ രംഗത്ത് ഇന്ന് നായികമാരായി ഒട്ടനവധി പേരുണ്ടെങ്കിലും ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടിയാണ് റബേക്ക സന്തോഷ്. ചുരുങ്ങിയ നാൾ കൊണ്ട് ജനപ്രീതി നേടാൻ റബേക്കയ്ക്ക് കഴിഞ്ഞു. കസ്തൂരിമാൻ, കളിവീട് തുടങ്ങിയ പരമ്പരകളാണ് റബേക്കയെ പ്രിയങ്കരിയാക്കിയത്. ബാലതാരമായാണ് റബേക്ക സീരിയൽ രംഗത്തേക്ക് എത്തുന്നത്. സ്നേഹക്കൂട്, നീർമാതളം തുടങ്ങിയ സീരിയലുകളിൽ റബേക്ക അഭിനയിച്ചു. സംവിധായകനായ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ്. 6 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് റബേക്കയും ശ്രീജിത്തും വിവാഹിതരായത്. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്രീജിത്ത് വിജയൻ. റബേക്കയുടെ അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ ചിലപ്പോഴൊക്കെ ട്രോളുകൾ വരാൻ കാരണമായിട്ടുണ്ട്. നടിയുടെ പുതിയ ഫോട്ടോകൾക്ക് നേരെ വ്യാപക ട്രോളുകളാണിപ്പോൾ വരുന്നത്. ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് റബേക്ക പങ്കുവച്ചത്. ഭക്തർക്കിടയിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന റബേക്കയെയാണ് ഫോട്ടോകളിൽ കാണുന്നത്. റബേക്കയുടേത് ഭക്തിയല്ല, അഭിനയമാണെന്ന് കമൻറ്റുകളുണ്ട്. എന്തൊരു അഭിനയമാണ് ഇത്, സീരിയലല്ല ചേച്ചി, പ്രാർത്ഥനയല്ല, ഓവർ ആക്ടിംഗ് ആണിത് എന്നൊക്കെയാണ് കമൻറ്റുകൾ. അതേസമയം നടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങൾ റബേക്കയെപ്പോലെ നിരവധി താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളുടെ സാന്നിധ്യം എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഇത്തവണ എത്തിയവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. നടി മഞ്ജു പത്രോസിൻ്റെ സാന്നിധ്യമാണ് ചർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളിലൊന്ന്. ക്രിസ്ത്യാനികൾ പൊങ്കാലയിടുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം. അതേസമയം ആറ്റുകാൽ പൊങ്കാലയുൾപ്പെടെയുള്ള ചടങ്ങുകൾ ജാതി മത ഭേദങ്ങൾക്കപ്പുറമാണെന്ന് ഗായിക അഭയ ഹിരൺമയി അഭിപ്രായപ്പെട്ടു. ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പും അഭയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം ഒരു പൊങ്കാല ഇടുമ്പോൾ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത് അപ്പുറത്തു വീട്ടിലെ സഹീറിക്കയാണ്. പൊങ്കാലയ്ക്ക് പോകാൻ ഇങ്ങു എറണാകുളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ വർക്കിൻ്റെ തിരക്കു കാരണം ചൂട്ടും കൊതുമ്പും ഒക്കെ കിട്ടാൻ പ്രയാസപ്പെട്ടപ്പോൾ സ്വന്തം പറമ്പിൽ നിന്ന് അതെല്ലാം പെറുക്കി രാത്രി വീടിൻ്റെ മുറ്റത്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം.